ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വെള്ളക്കടലയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളക്കടല നന്നായി കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഉപ്പിട്ടിട്ട്. അതിലേക്ക് വേണ്ട ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, അതുപോലെ തന്നെ മല്ലിയില, പിന്നെ ഒരു പാൻ എടുത്തു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട് കേട്ടോ. നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെള്ളക്കടല വേവിച്ചെടുത്തിട്ടുള്ള കടല ഇതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് വെളിച്ചെണ്ണയിൽ 1 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുരുമുളകാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഒരു 1/2 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഗരം മസാല, ഒരു ഇച്ചിരി ഗരം മസാലയും ഒരു സവാളയായിട്ട് എടുക്കുന്നത്. ഒരുപാട് ഇടണ്ട, ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് പോകരുത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എപ്പോഴും നമ്മൾ വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഹാഫ് വേവിലായിരിക്കണം, അപ്പോഴായിരിക്കും കൂടുതലും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നന്നായി ഞാൻ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു കുരുമുളകിൻ്റെ ഇതെല്ലാം ഭാഗത്തും എത്താൻ വേണ്ടി. അതുപോലെ തന്നെ ഈ വെജിറ്റബിളും നന്നായി മിക്സ് ചെയ്യും. പിന്നെ അതിനുശേഷം ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സോയാ സോസാണ് ഒഴിക്കുന്നത്. ഒരുപാടില്ല, 1 സ്പൂൺ ഒഴിക്കുക. പിന്നെ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് മാറും. ഒരിത്തിരി തക്കാളി സോസും ഒഴിക്കുന്നുണ്ട്. അതും ഒരുപാട് വേണ്ട, കാരണം നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യാത്തതുകൊണ്ട് എരിവ് കുറവായിരിക്കും. കുരുമുളകിൻ്റെ എരിവാണ്. പിന്നെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് മതിരിക്കും. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഇട്ടതിന് ശേഷം ഞാനതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മല്ലിയിലിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കല്ല.